ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. ബിംസ്റ്റെക് സഹകരണത്തിനായി 21 കർമ്മ പദ്ധതി മുന്നോട്ട് വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദുരന്ത നിവാരണം, പാരമ്പര്യ ചികിത്സ എന്നിവയ്ക്കായി മികവിന്റെ കേന്ദ്രവും നൈപുണ്യ വികസനത്തിനായി പ്രത്യേക പദ്ധതിയും ബിംസ്റ്റെക്കിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആഗോള നന്മയ്ക്കുള്ള സുപ്രധാന വേദിയാണ് കൂട്ടായ്മയെന്നും ബാങ്കോക്കിൽ 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി. ബജറ്റ് സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളനം വളരെ ഫലപ്രദമായിരുന്നുവെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. സമ്മേളന കാലയളവിൽ ലോക്സഭ 16 ബില്ലുകളും രാജ്യസഭ 14 ബില്ലുകളുമാണ് പാസാക്കിയത്. ജനുവരി 31 രാഷ്ട്രപതിയുടെ അഭിസംബോധനയോടെ ആരംഭിച്ച സമ്മേളനം കേന്ദ്ര ബജറ്റ് ഉൾപ്പെടെയുള്ള സുപ്രധാന നടപടിക്രമങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. സംസ്ഥാനത്ത് 2024-25 സംഭരണ വർഷത്തെ 2ാം വിള നെല്ല് സംഭരണം ഊർജിതമായി നടക്കുന്നുണ്ടെന്ന് മന്ത്രി GR അനിൽ. 57 മില്ലുകളുമായി കരാറിൽ ഒപ്പുവെച്ചതായും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൊയ്തിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നെല്ല് സംഭരിക്കുന്നില്ലെന്ന പ്രചരണം വസ്തുതാ വിരുദ്ധമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വിഷുവിന് മുന്നോടിയായി 1 ഗഡു ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഏപ്രിൽ മാസത്തെ സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ വിതരണത്തിനായി 820 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. പെൻഷൻ അടുത്ത ആഴ്ച ലഭിച്ചു തുടങ്ങും. വിഷുവിന് മുമ്പ് മുഴുവൻ പേർക്കും പെൻഷൻ ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. 50 ലിറ്ററോ അതിൽ കൂടുതലോ ഉള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്തിനകത്തേക്ക് കൊണ്ടുവരുന്നതിന് ഈ മാസം 10 മുതൽ പെർമിറ്റ് നിർബന്ധമാക്കി. ഇത് സംബന്ധിച്ച് സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഒരു പെർമിറ്റ് പ്രകാരം 75 ലിറ്റർ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ മാത്രമേ കൊണ്ടുവരാനാകൂ. കേരള സർവകലാശാലയിൽ MBA ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ അധ്യാപകൻ സർവകലാശാലയ്ക്ക് വിശദീകരണം നൽകി. ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെടുത്തിയത് മനഃപൂർവ്വമല്ലെന്നും പേപ്പറുകൾ നഷ്ടപ്പെട്ട ഉടൻ പോലീസിന് പരാതി നൽകിയിരുന്നെന്നും അധ്യാപകൻ പറഞ്ഞു. അധ്യാപകൻ ജോലി ചെയ്യുന്ന പൂജപ്പര ICMന്റെ ഡയറക്ടറിൽ നിന്നും വിശദീകരണം തേടിയ ശേഷം പരീക്ഷാ കൺട്രോളർ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും. ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ടതിനെ തുടർന്നുള്ള പുനഃപരീക്ഷ ഈ മാസം 7 നടക്കും. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ SFIO കുറ്റപത്രം വിചാരണ കോടതിക്ക് കൈമാറി. കൊച്ചിയിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേന്ദ്ര ഏജൻസിയായ SFIO കുറ്റപത്രം നൽകിയത്. ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് പ്രദേശം ഉൾപ്പെട്ട വാണിമേൽ പഞ്ചായത്തിലെ 3 വാർഡുകളിൽ നിർമ്മാണ പ്രവൃത്തികൾക്ക് വിലക്കേർപ്പെടുത്തി കോഴിക്കോട് ജില്ലാ കളക്ടർ. 9, 10, 11 വാർഡുകളിലാണ് നിർമ്മാണ പ്രവൃത്തികൾ വിലക്കിയത്. വിലങ്ങാട് പുനരധിവാസ പ്രവൃത്തികൾ അവലോകനം ചെയ്യുന്നതിനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ആലപ്പുഴയെ ലോകോത്തര ജലവിനോദസഞ്ചാര കേന്ദ്രമായി ഉയർത്തുന്നത് ലക്ഷ്യമിടുന്ന സ്വദേശ് ദർശൻ 2.0 പദ്ധതിക്ക് കേന്ദ്ര അനുമതി ലഭിച്ചു. സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ പദ്ധതിക്ക് കേന്ദ്ര ടൂറിസം മന്ത്രാലയം 93 കോടി രൂപ അനുവദിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് പരിശോധന നടത്തി. ചെന്നൈയിലും കോഴിക്കോടുമുള്ള സ്ഥാപനങ്ങളിലാണ് ED സംഘം പരിശോധന നടത്തിയത്. പരിശോധനയുടെ ഭാഗമായി ഗോകുലം ഗോപാലനെ ED ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. പ്രശസ്ത ചലച്ചിത്ര നടൻ രവികുമാർ അന്തരിച്ചു. അർബുദ രോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ചെന്നൈയിലാണ് അന്ത്യം. 71 വയസ്സായിരുന്നു. 70കളിലെയും 80കളിലെയും ശ്രദ്ധേയ താരമായിരുന്ന അദ്ദേഹം 100ലേറെ മലയാള ചിത്രങ്ങളിലും നിരവധി തമിഴ് ചിത്രങ്ങളിലും ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട്. തൃശൂർ സ്വദേശിയാണ്. ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കന്യാകുമാരി തീരത്ത് നാളെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് മുംബൈ ഇന്ത്യൻസ് മത്സരം പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ആദ്യം ബാറ്റ് ചെയ്യുന്ന ലക്നൌ 13 ഓവറിൽ 3 വിക്കറ്റിന് 123 റൺസ് എടുത്തിട്ടുണ്ട്. മാവേലിക്കര നഗരമധ്യത്തിൽ 30ഓളം പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. 3 വയസ്സുകാരിക്കുൾപ്പെടെയാണ് ഇന്നലെയും ഇന്നുമായി തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സേവനങ്ങൾ ഏകീകൃത പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാക്കുന്ന K-സ്മാർട്ട് സംവിധാനം സംസ്ഥാനത്ത് ഈ മാസം 10 മുതൽ പൂർണ്ണ സജ്ജമാകും. ksmart.lsgkerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും സേവനങ്ങൾ ലഭിക്കും. കടുത്ത വേനൽക്കാലത്ത് ജലത്തിന്റെ ദുരുപയോഗം തടയുന്നതിനായി സ്ക്വാഡിന്റെ പ്രവർത്തനം വിപുലീകരിച്ച് ജല അതോറിറ്റി. ഗാർഹികേതര ആവശ്യങ്ങൾക്ക് ജലം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് ആലപ്പുഴ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.